എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു തിരുവോണം കൂടെ കടന്നുപോയി. എല്ലാവരും ഓണം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഉത്രാട ദിവസത്തെയും തിരുവോണ ദിവസത്തെയും കുറച്ച് ഫോട്ടോസും വീഡിയോസുമാണ് ഇതിലുള്ളത്. ഇവിടെ ഓണസദ്യ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഞങ്ങൾ ഓണം ആഘോഷിച്ചു. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ മാത്രമായിട്ട് ഇവിടെ ഓണസദ്യ കഴിക്കുന്നത്. എപ്പോഴും ആരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് ഓണസദ്യക്ക്. ഈ പ്രാവശ്യം എൻ്റെ കൈ വയ്യാത്തതുകൊണ്ട് ഓണസദ്യ ഉണ്ടാക്കിയില്ല, അതേപോലെ ആരെയും വിളിക്കുകയും ചെയ്തില്ല. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിന് ഓരോ പ്രശ്നങ്ങളായിരുന്നു, അതുകൊണ്ട് അവർ ഓണസദ്യ ഒന്നും വീട്ടിലുണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു സദ്യ. പിന്നെ അതിന് ശേഷം അനിയൻ്റെ ഒരു ഫ്രണ്ട് അവർ റൂമിൽ സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾക്കും കൂടെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് 4 ആൾക്കുള്ള സദ്യ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അനിയൻ്റെ ആ ഫ്രണ്ടിൻ്റെ റൂമിൽ പോയിട്ടാണ് സദ്യ കഴിച്ചത്. എൻ്റെ 1-2 ഫ്രണ്ട്സ് ഒന്നിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത് അവരൊരു റൂമിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ട് വന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി. ഓണസദ്യ ഞങ്ങൾ അച്ഛനും അമ്മയും മക്കളും മാത്രമായിട്ട് ഇവിടെ നിന്ന് കഴിച്ചെങ്കിലും പിന്നെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വന്ന് അവർ കുറച്ച് നേരം ഇവിടെ ഇരുന്നൊക്കെയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഓണത്തിന് ആ ഒരു സന്തോഷം തന്നെ കിട്ടി. ഇത് ഉത്രാട ദിവസം ഞങ്ങൾ പൂ വാങ്ങിക്കാനും അതേപോലെ 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും വേണ്ടി പുറത്തു പോയപ്പോഴുള്ള ആ ഒരു വീഡിയോ ആണ് കാണുന്നത്. ഷാർജയിൽ ഇതുപോലുള്ള സാധനങ്ങൾ, പൂക്കൾ എല്ലാം കിട്ടുന്ന നല്ലൊരു കടയാണ് മുരുകൻ ഫ്ലവേഴ്സ്. പെരുമാൾ ഫ്ലവേഴ്സും ഉണ്ട്. ഞങ്ങൾ ഈ 2 ഷോപ്പിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത്. ഷാർജ അബുഷാരിയിലാണ് മുരുകൻ ഫ്ലവേഴ്സ്. ഞങ്ങളങ്ങനെ ഉത്രാട ദിവസം പൂക്കളൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്ന് റൂമിൽ പൂക്കളൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ വീണ്ടും 1-2 സാധനം വാങ്ങിക്കാനായിട്ട് ലുലുവിലേക്ക് പോയി. എങ്ങനെയൊക്കെ ആയാലും മലയാളികൾക്ക് ഏറ്റവും പ്രധാനമാണ് ഓണാഘോഷം. ഏറ്റവും വലിയ ഗൃഹാതുരത്വങ്ങളിൽ ഒന്നാണ് ഓണം. അത് നമുക്ക് എത്ര വയ്യെങ്കിലും, അതായത് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ചെറിയ നിസ്സാര കാര്യങ്ങളൊക്കെ ആണെങ്കിലും എങ്ങനെയെങ്കിലും നമ്മൾ ഓണം ഏതെങ്കിലും വിധത്തിൽ ആഘോഷിക്കാൻ ശ്രമിക്കും. മുമ്പൊക്കെ ആണെങ്കിൽ ഓണത്തിന് ഓണക്കളികൾ, പാട്ടുകൾ, ഇതുപോലെയുള്ള ഓരോ പരിപാടികൾ ഉണ്ടാവുമായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെയൊക്കെ സ്ഥാനം പിടിച്ചെടുത്തിരിക്കുന്നത് മൊബൈലും TV-യൊക്കെയാണ്. പിന്നെ ഇന്ന് കാറ്ററിംഗ്, സദ്യ, അതുപോലെ പ്ലാസ്റ്റിക് വാഴയില, ഡിസൈൻ ചെയ്ത് വെച്ച പൂക്കളം, ഇതൊക്കെയാണുള്ളത്. ഇപ്പോൾ വിപണിയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച പൂക്കളം വരെ കിട്ടും. എന്നിട്ട് നമുക്കത് വാങ്ങിക്കുക, ഉപയോഗിക്കുക, അത് ചുരുട്ടിയെടുത്ത് വയ്ക്കാം, പിന്നെ അടുത്ത വർഷം ഉപയോഗിക്കുക, അങ്ങനെയുള്ളത് വരെ ഉണ്ട്. കുട്ടിക്കാലത്ത് ചിങ്ങത്തിലെ അത്തം തുടങ്ങിയാൽ ഒരു സന്തോഷമായിരിക്കും. കാരണം അന്ന് മുതൽക്ക് അത്തം ദിവസം മുതൽക്ക് അങ്ങനെ പാടത്തും മലയിലും പൂക്കോട്ടയും കയ്യിലെടുത്തിട്ട് പൂ പറിക്കാൻ പോകും. പിന്നെ പതുക്കെ നാട്ടിലും പൂക്കളൊക്കെ കിട്ടാണ്ടായി. പിന്നെ എല്ലാവരും വാങ്ങിക്കുന്ന പൂക്കൾ തന്നെയാണ് ഇടുക. ഇപ്പോൾ വാങ്ങിക്കുന്ന പൂക്കൾ ഇടുന്നതിന് പകരമാണ് ഓരോ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന പൂക്കളം വാങ്ങിച്ചിട്ട് വിൽക്കുക നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സമയക്കുറവ് കൊണ്ട് ഇതുപോലെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഓണത്തിലും അതേപോലെ തന്നെ മാറ്റങ്ങൾ വന്നു. എന്നാലും ചിലരൊക്കെ ഇപ്പോഴും പണ്ടത്തെ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. ഞങ്ങളുടെ ഉത്രാടപ്പാച്ചിലായിരുന്നു ഇത്. ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് അങ്ങനെ ഓടുമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി കുറച്ച് വൈകിയപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അവൾ അങ്ങോട്ട് പൂവിടാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പൂവിടാനല്ല, പൂവിടുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞതാണ്. അപ്പം ഞങ്ങളോട് വരുന്നോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവരെ നാട്ടിലൊക്കെ അവർ രാത്രി പൂവിട്ട് വെക്കുന്നു. ഉത്രാട ദിവസം രാത്രിയാണ് പൂവിടുക. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വരുമ്പോൾ ഈ പൂക്കളം കാണുക എന്നുള്ള ആ ഒരു ഇതിൽ അവരങ്ങനെ രാത്രി ഇട്ട് വെക്കുന്നതാണ് പറഞ്ഞത്. ലുലുവിൽ പോയി വന്ന ശേഷം ഞങ്ങൾ പിന്നെ നേരെ അവളുടെ റൂമിലേക്കാണ് പോയത്. അവിടെ പോയിട്ട് പൂവിടുന്ന ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലേക്കാണ് തിരുവോണ ദിവസങ്ങളിൽ കളർ പൂവൊന്നും തന്നെ ഇടില്ല. ഉത്രാട ദിവസം ഏറ്റവും വലുതാക്കിയിട്ട് നിറയെ പൂക്കളൊക്കെ ഇട്ടിട്ട് ഉത്രാട ദിവസമാണ് പൂക്കൾ ഒരുക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരുവോണ ദിവസം വാഴയിലേക്കകത്ത് തുമ്പപ്പൂവ് മാത്രമേ വെക്കാറുള്ളൂ. പിന്നെ തുമ്പക്കഴുത്തു അത് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ തുമ്പപ്പൂ കിട്ടാത്തത് കൊണ്ട് ഞാൻ വെള്ളപ്പൂവ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഇപ്പോഴൊക്കെ ഞങ്ങളുടെ നാട്ടിലും കളർ പൂവുകൾ തന്നെ തിരുവോണത്തിനിടുന്ന ആളുകളുണ്ട്. മുമ്പൊക്കെ ആയിരുന്നു ഉത്രാടം ദിവസം രാവിലെ കളർ പൂവുകൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വാരിക്കളയും നമ്മൾ. എന്നിട്ട് പിന്നെ തിരുവോണം ദിവസം ഇതേപോലെയാണ് ഇടുക. ഇതുപോലെ നമ്മൾ ഇടുന്നത് തുമ്പപ്പൂവായിരിക്കും, പിന്നെ തുമ്പക്കഴുത്തും. പിന്നെ തൃക്കാക്കരയപ്പന് ഒരു നൂൽക്കുട ഉണ്ടാക്കി വെക്കും. നൂൽക്കുട മുമ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തിരുവോണ ദിവസം എന്താണ് ചെയ്യുക, ഇതിനെപ്പറ്റിയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കാം. തിരുവോണ ദിവസം ഡോറിൻ്റെ പുറത്തിട്ടത് വെള്ളപ്പൂവ് മാത്രം ഇട്ട് നൂൽക്കുടയൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. റൂമിൻ്റെ ഉള്ളിൽ പിന്നെ ഇതേപോലെ ഇട്ടു. 1 മണിയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇവിടെ സദ്യ എത്തിയിരുന്നു. ഫ്രണ്ട്സ് ആ റൂമിൽ നിന്ന് കഴിച്ചിട്ട് അവരും ഇങ്ങോട്ട് വന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹെറിറ്റേജ് ഏരിയയിലാണ്. ഹെറിറ്റേജ് ഏരിയയിൽ പോയി അവിടെ നിന്ന് കുറച്ച് നേരം കുട്ടികളൊക്കെ കളിച്ചു.
പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. കുട്ടികളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർക്കൊന്ന് കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഹെറിറ്റേജ് ഏരിയ. അത് ചൂട് കാലത്തേക്കാളും കുറച്ചും കൂടെ നല്ലത് തണുപ്പ് കാലത്താണ്. അവിടെ അത്യാവശ്യം പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെറിറ്റേജ് ഏരിയയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് മുമ്പ്, അതിൻ്റെ ലിങ്കും ഇതിൽ കൊടുക്കാം. ഷാർജ ഹെറിറ്റേജ് ഏരിയയിൽ ഹെറിറ്റേജ് ഫെസ്റ്റ് നടക്കാറുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ മുമ്പിട്ടിട്ടുണ്ടായിരുന്നു.